നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടക്കിലെ വാച്ച് പാലസിലാണ് കേട്ടോ. അപ്പോൾ വാച്ച് പാലസിൽ വന്നിട്ട് അവിടുത്തെ വാച്ചുകളൊക്കെ കണ്ട് വിലയൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ സമയവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം, നമ്മൾ കാർഷിക ചോദ്യങ്ങളാണ് എപ്പോഴും പറയാറ് അല്ലെങ്കിൽ ചോദിക്കാറ്. അപ്പോൾ സമയവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അവിടുത്തെ ആളുകളെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിൻ്റെ എന്ത് സ്റ്റാഫ്, അത് സ്റ്റാഫാണ്. പേര് രജീഷ്, ഷാഫി, വേറൊരാളും കൂടി അപ്പുറത്തുണ്ട്. അപ്പൊ നമുക്ക് ചോദ്യം ഇത്രയേ ഉള്ളൂ. വാച്ചുകടയാണ്, സമയവുമായി ബന്ധപ്പെട്ടാണ്. പല സമയത്ത് വിരിയുന്ന പൂക്കളുണ്ട്, പല സമയത്ത് മുളച്ചു വരുന്ന ചെടികളുണ്ട്. ഒരു ചോദ്യം ഇത്രയാണ്: സമയത്തിനനുസരിച്ച് അല്ലെങ്കിൽ സമയദൈർഘ്യത്തിനനുസരിച്ച് വിരിയുന്ന ഏതെങ്കിലും ഒരു പൂവിന്റെ പേരാണ് ചോദ്യം. 4 മണിപ്പൂ പറയാം, അതേപോലെ ഓർക്കിഡ് കാലയളവിൽ മാത്രം വരുന്നതാണല്ലോ. അതായത് ഇപ്പോ ഈ ബോട്ടണി അത്യാവശ്യം അറിയണ ആളാണ്. നമ്മൾ ഉത്തരം പ്രതീക്ഷിച്ചത് 4 മണി 10 മണി എന്നാണ്. പക്ഷെ ഷാഫി എന്ന് പറഞ്ഞ ഷാഫി പറഞ്ഞു ഉത്തരം. ആ 2 ഉത്തരത്തിന്റെ പുറമെ ഒരു കാര്യം കൂടി പറഞ്ഞു, ഓർക്കിഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ചില കാലയളവിൽ ഒരു തവണ പൂവിട്ട് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഇന്റർവെല്ലിലാണ് അടുത്ത പൂ വരിക. ഉദാഹരണത്തിന് നമ്മളെ മെയ് ഫ്ലവർ അല്ലെ. അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഈ ചോദ്യം ഞങ്ങൾ ചോദിച്ചു, സമയത്തിനനുസരിച്ച് വിരിയുന്ന പൂക്കൾ ഉണ്ടോന്ന് ചോദിച്ചു, അല്ലെങ്കിൽ ചെടികളുണ്ടോ ചോദിച്ചു. അപ്പൊ ഇനി അത് ഓർമ്മയിൽ ഉണ്ടായിക്കോട്ടെ, കുറെ ചെടികൾ. ഇനി നിങ്ങൾക്ക് നിങ്ങളെ ഇവിടുത്തെ കടയിലുള്ള വാച്ചുകളെ പരിചയപ്പെടുത്താം. എന്തെങ്കിലും ഓഫറുകളോ പ്രത്യേകതകളോ ഉണ്ടെങ്കിൽ അതും നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഇവിടുത്തെ ഈ വാച്ച് കടയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അതായത് എന്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇവർക്ക് സെയിലാവുന്നത്, ഏതാണ് നോക്കുക. അപ്പൊ ടീനേജേഴ്സിനുള്ള വാച്ചുകൾ എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അത് നമുക്ക് നോക്കാം. എന്താണ് ആ വാച്ചിന്റെ പ്രത്യേകത? കാണാൻ കുറച്ച് മോഡേൺ ആയിട്ട് വരുന്ന ടൈപ്പ് സാധനങ്ങൾ. പിന്നെ വില അറിയുമ്പോൾ ഒരു 2200 മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. അത്യാവശ്യം മൂവിംഗ് ഉള്ള മോഡൽസ് ആണ്. ഇതിലൊക്കെ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഇതേപോലെ നമ്മൾ ഈ ഒരു നേച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന വാച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. ഈ മോഡലൊക്കെയാണ് വരിക അതില്. അപ്പൊ ഇങ്ങനത്തെ സാധനങ്ങൾ കുട്ടികൾക്ക്, അതായത് ബർത്ത്ഡേ ഗിഫ്റ്റുകളൊക്കെ ആയിട്ടുള്ള കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കൂടുതൽ സെയിലാവുന്നത് ഈ ഒരു ബ്രാൻഡ്. അത്യാവശ്യം നല്ല കോളേജ് കുട്ടികൾക്ക്. ഞാൻ ചോദിക്കുന്നത്, കോളേജ് കുട്ടികൾ ഇത്രയും ഇവിടെ ഇങ്ങനെ ഇത് മേടിക്കാൻ വരണമെങ്കിൽ മറ്റ് ബ്രാൻഡഡ് സാധനങ്ങൾ, ഇതിപ്പോ ഏതാ ബ്രാൻഡ്? ഇത് ഫ്രാങ്ക്മോ, ജപ്പാന്റെ മൂവ്മെന്റ് കാര്യങ്ങൾ. അപ്പൊ മറ്റ് ബ്രാൻഡുകളെക്കാൾ ക്വാളിറ്റി കൂടുതലുണ്ട്. ഒരുവിധം അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനമാണ്. പിന്നെ പല വാറണ്ടിയും കാര്യങ്ങളുണ്ട്. പിന്നെ പല റേഞ്ചില് ഏറ്റവും കുറഞ്ഞ ഇപ്പൊ ഈ കുട്ടികൾ എടുക്കുന്ന പറഞ്ഞ കോളേജ് കുട്ടികൾ ഏറ്റവും കൂടുതൽ 3ന്റെ ഇടയിലുള്ള 2000 മുതൽ 3000 വരെയുള്ള വാച്ചുകൾ. അപ്പൊ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. ബാക്കി വാച്ചുകൾ നമുക്ക് നോക്കാം. ഷോപ്പിന്റെ ഡീറ്റെയിലും അതിൽ കൊടുക്കാം. നമ്മളെ കാർഷിക സംബന്ധമായ ചോദ്യങ്ങൾ പങ്കെടുത്തതിന് അവരോട് ഞാൻ നന്ദി പറയാണ്.